മോർണിംഗ് കറണ്ട് അഫയേഴ്സ് ഡിസംബർ 31 ഈ 2019 ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പം നാളെ ന്യൂ ഇയർ ആണ്. അപ്പോ കറണ്ട് അഫയേഴ്സിന്റെ ലാസ്റ്റ് ഡേ ആണ് ഈ വർഷത്തെ. അപ്പം അജിത് പവാർ മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് തിരികെ എത്തി. അതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് 3 പേരുടെ പേരിനെ പഠിക്കണം. മഹാരാഷ്ട്രയുടെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി, KOSHYARI, ഭഗത് സിംഗ് കോഷിയാരി. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെ, മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാർ. ഇത്രയും പേരെയാണ് പഠിക്കേണ്ടത്. പിന്നീട് റെയിൽവേ ബോർഡിന്റെ ചെയർമാന്റെ പേര് ഫ്രണ്ട് പേജിലുണ്ട്. VK യാദവ് ആണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ. VK യാദവ്. അതുപോലെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കേരളത്തിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് രാജ്യസഭാ ചെയർമാനും. എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് രാജ്യസഭാ ചെയർമാൻ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ വലിയൊരു ന്യൂസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആദ്യത്തെ CDS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു പോസ്റ്റാണ്. പല രാജ്യങ്ങളിലും ആ പോസ്റ്റ് ഉണ്ട്, പക്ഷെ ഇന്ത്യയിൽ ഇത്രയും കാലം ഇല്ലായിരുന്നു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് ആർമിക്ക് ജനറൽ, നേവിക്ക് അഡ്മിറൽ, എയർഫോഴ്സിന് എയർ ചീഫ് മാർഷൽ, ഇങ്ങനെ 3 പേരാണ് ഈ 3 ഫോഴ്സസിന്റെ മേധാവികൾ. ഈ 3 ഫോഴ്സസിന്റെ മേധാവികൾക്ക് മുകളിൽ ഈ 3 ഫോഴ്സുകളുടെ ഏകോപനത്തിന് വേണ്ടിയിട്ട്, കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരു പുതിയ പോസ്റ്റാണത്. പല കൺട്രീസിലുള്ളതാണ്. ഇന്ത്യയിൽ ദീർഘകാലമായ അത്തരത്തിലുള്ള ഒരു ആവശ്യം UPA ഗവൺമെന്റ് കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അപ്പോയിന്റ് ചെയ്യപ്പെടാതെ പോയ ഒരു പോസ്റ്റാണ് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ജനറൽ ബിപിൻ റാവത്ത് ആയിരിക്കും ഇന്ത്യയുടെ ആദ്യത്തെ CDS. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫസ്റ്റ് CDS. അതുപോലെ നിതി ആയോഗ് ഇപ്പൊ പബ്ലിഷ് ചെയ്തു SDG ഗോൾസിൽ ഉള്ള SDG ഗോൾസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. യുണൈറ്റഡ് നേഷൻസ് by 2030 wants to eliminate 17 things from the world. അതെന്ന് വെച്ചാൽ പിന്നീട് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ ജെൻഡർ ഇൻഇക്വാലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് 17 ഗോൾസ് UN സെറ്റ് ചെയ്തിട്ടുണ്ട്. by 2030 they want to achieve those goals. അപ്പൊ അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് അറിയപ്പെടുന്നത്. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നിതി ആയോഗിന്റെ, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ്മെന്റ് ആയ നിതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗിന്റെ SDG ഗോൾസിന്റെ സ്റ്റേറ്റുകളുടെ പെർഫോമൻസ് അതാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്നുള്ള കാര്യം നമുക്ക് അഭിമാനിക്കാം. കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ ഇന്ത്യയുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളമാണ്. പിന്നെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ സ്പോർട്സിൽ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുപ്പാണ്. അത് ഇന്നലെയും അത് തന്നെയായിരുന്നു. പല ഓരോരോ സ്പോർട്സിലെ ചെസ്സിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് തമിഴ്നാടാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെസ്സിലെ ലോക ചാമ്പ്യനും ഇന്ത്യയുടെ ചെസ്സിലെ ലെജൻഡും ഇന്ത്യയുടെ ചെസ്സിലെ ഗ്രേറ്റസ്റ്റ് എവർ പ്ലെയറുമായ വിശ്വനാഥൻ ആനന്ദ് ചെന്നൈക്കാരനാണ്. ഇപ്പൊ ഇന്ത്യയുടെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആയ പ്രഗ്നാനന്ദ ഗുഗേഷ്, ഇവരെല്ലാം തമിഴ്നാടുകാരാണ്. D ഗുഗേഷ്, GUKESH, D ഗുഗേഷ്, പ്രഗ്നാനന്ദ, ഇവരെയൊക്കെ അച്ചീവ്മെന്റ്സ് കുറിച്ചുണ്ട്. അതുപോലെ കൊനേരു ഹംപി ഇന്നലെ വേൾഡ് റാപ്പിഡ് ചെസ്സിലെ വിമൻ ടൈറ്റിൽ വിൻ ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ചെസ് ഫ്യൂച്ചർ വളരെ വളരെ ബ്രൈറ്റ് ആണ്. അതിന് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആനന്ദിനോടാണ്. ആനന്ദിൽ നിന്ന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ്. ആനന്ദ് ഇന്ത്യയുടെ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ ഇന്ന് ഇന്ത്യക്ക് 65 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് ഈ ന്യൂസ് പേപ്പറിന്റെ ഈ ന്യൂസിലുള്ളത്. പിന്നെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യയിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന യൂത്തിന്റെ ഇടയിൽ സ്പോർട്സിനോടുള്ള അഫിനിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. ഈ വർഷം നടക്കാൻ പോകുന്നത് ഗുവാഹട്ടിയിൽ വെച്ചാണ്. ഗുവാഹട്ടി അസാമിലാണ്. അപ്പൊ അസാമിന്റെ ചീഫ് മിനിസ്റ്റർ സർബാനന്ദ സോണോവാളിന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. അസാമിന്റെ ചീഫ് മിനിസ്റ്ററാണ് സർബാനന്ദ സോണോവാൾ. NRAI നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഷൂട്ടിംഗ് സ്പോർട്സിന്റെ ഫെഡറേഷനാണ് NRAI നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ബാഡ്മിന്റണിൽ PV സിന്ധു വലിയൊരു നേട്ടം കൈവരിച്ചു. അതാണ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ നേട്ടം നടന്ന ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യനായി PV സിന്ധു മാറി. സ്വിറ്റ്സർലൻഡിലെ ബേസലിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് PV സിന്ധു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത്. അതേ ടൂർണമെന്റിൽ വെച്ച് സായി പ്രണീത് ബ്രോൺസ് മെഡലും നേടി, 3ാം സ്ഥാനം നേടി. അത് പ്രകാശ് പാദുക്കോൺ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലെജൻഡറി ബാഡ്മിന്റൺ പ്ലെയറിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മെയിൽ ബാഡ്മിന്റൺ പ്ലെയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന സായി പ്രണീത്.
അതുപോലെ ലക്ഷ്യ സെൻ വളരെ വലിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ 2019 ബിഗിനിങ്ങിൽ ജാനുവരിയിൽ വേൾഡ് നമ്പർ 109 ആയിരുന്ന ലക്ഷ്യ സെൻ ഈ വർഷം ഡിസംബർ 31 ഇന്നാവുമ്പോൾ അദ്ദേഹത്തിന്റെ റാങ്ക് 32 ആണ്. വെറും 19 ഇയേഴ്സ് ഓൾഡ് ആണ്. അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയുടെ ഒരു വേൾഡ് നമ്പർ 1 ആയി മാറാൻ ചാൻസ് ഉള്ള പ്ലെയർ ആണ്. അതുപോലെ ഡബിൾസിൽ ആദ്യമായിട്ട് 2 മെയിൽ പ്ലേയേഴ്സ് ലോകത്തിലെ ടോപ്പ് 10 റാങ്കിങ്ങിൽ വന്നതും ഈ വർഷമാണ്. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി പെയർ വേൾഡ് ടോപ്പ് 10 ഡബിൾസ് പ്ലേയേഴ്സിൽ ഒരാളായി മാറിയതും ഈ വർഷമാണ്. പിന്നെ ഐഒഎയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് നരീന്ദർ ബത്രയാണ്. നരീന്ദർ ബത്ര. അതിന്റെ സെക്രട്ടറി ജനറലാണ് രാജീവ് മേത്ത. അതിനടുത്ത സ്പോർട്സ് പേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വലുതായിട്ടൊന്നും എഴുതിയെടുക്കാനുള്ള ക്രിക്കറ്റിലെ നേട്ടങ്ങളെ കുറിച്ചാണ്. അത് നമുക്കറിയാവുന്ന തന്നെ. പിന്നെ വേറൊരു കാര്യമുള്ള വിസ്ഡൻ എന്ന് പറഞ്ഞ ക്രിക്കറ്റിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിസ്ഡൻ ക്രിക്കറ്റ് മാഗസിന്റെ T20 ടീം ഓഫ് ദ ഡെക്കേഡ് അവർ സെലക്ട് ചെയ്തു. T20 ടീം ഓഫ് ദ ഡെക്കേഡ് വിസ്ഡൻ മാഗസിൻ സെലക്ട് ചെയ്തപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. കോഹ്ലിയും ബുംറയാണ്. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും അങ്ങനെ 2 പ്ലേയേഴ്സാണ് T20 ഇന്റർനാഷണലിന് ഡെക്കേഡ് കഴിഞ്ഞ 10 വർഷത്തെ ടീമിന് വിസ്ഡൻ ക്രിക്കറ്റ് മാഗസിൻ, അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാഗസിൻ ആണ്, അവരുടെ ടീമിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. അപ്പൊ വിസ്ഡൻ ക്രിക്കറ്റ് മാഗസിന്റെ T20 ഇന്റർനാഷണൽ ടീം ഓഫ് ദ ഡെക്കേഡ് അതിൽ ലിസ്റ്റിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരങ്ങളാണ് ജസ്പ്രീത് ബുംറ ആൻഡ് വിരാട് കോഹ്ലി. പിന്നീട് നമ്മളുടെ എയർ ഇന്ത്യയെ കുറിച്ച് വളരെ മോശം ഒരു ന്യൂസ് ഉണ്ട്. എയർ ഇന്ത്യ ഓരോ ദിവസവും 20 കോടി വെച്ച് ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 30,000 കോടിയുടെ ഡെത്ത് ബർഡനായി എയർ ഇന്ത്യയുടെ കേസിൽ. എയർ ഇന്ത്യ ഇന്ത്യയുടെ നാഷണൽ കാരിയർ ആണ്. എയർ ഇന്ത്യ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എയർ ഇന്ത്യ 100% സെല് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിച്ചിട്ടും അതിന് ബയേഴ്സ് ആരും ഇതുവരെയും വന്നിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എയർ ഇന്ത്യയും ഗ്രൗണ്ട് ചെയ്യും, എയർ ഇന്ത്യ നമ്മുടെ കമ്പനി പൂട്ടിപ്പോകും എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് EBR എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ബാങ്കുകൾക്ക് ഉള്ള ഒരു പുതിയ ഒരു ബെഞ്ച് മാർക്ക് റേറ്റ് ആണ് EBR, എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് റേറ്റ് എന്ന് പറയാം. എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് റേറ്റ്. അപ്പം ബാങ്കുകൾ ഈ കഴിഞ്ഞ എക്സാക്ട് ഞാൻ മന്ത് മറന്നുപോയി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെപ്റ്റംബർ മുതലാണെന്നാണ് എന്റെ ഓർമ്മ. ബാങ്കുകൾ ഇനി മുതൽ ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു EBR റേറ്റും എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് റേറ്റും കൂടെ ഫോളോ ചെയ്ത് വേണം ലെൻഡിങ് നടത്താമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്കായിട്ട് എടുത്ത റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റ് ആണ്. റിസർവ് ബാങ്കിന്റെ റിപ്പോ റേറ്റിനെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ EBR ആയിട്ട് എടുത്തത്. EBRന്റെ എക്സ്പെൻഷൻ ആണ് എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ബേസ്ഡ് റേറ്റ് അറിഞ്ഞിരിക്കണം. പിന്നീട് ഇന്ത്യയിലെ കമ്പനികൾക്ക്, ടെലികോം കമ്പനികൾക്ക് 5G ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തു എന്നൊരു ന്യൂസ് ഉണ്ട്. 5G എല്ലാവർക്കും അറിയാം, 5th ജനറേഷൻ ആണ് 5G എന്ന് പറയുന്നത്. 5G 5th ജനറേഷൻ. ഇപ്പം 4G ആണ് നമ്മളിപ്പം മൊബൈൽ ടെക്നോളജി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അടുത്ത വർഷം തൊട്ട് 5G സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് ഇപ്പോ MDR വേവ് ഓഫ് ചെയ്തു. MDR എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. നമ്മളൊരു കാർഡ് ഈ മെഷീനിൽ കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെർച്ചന്റ്സിന് ഒരു റേറ്റ് കട്ടിങ് വരും. അതിനാണ് MDR എന്നറിയപ്പെടുന്നത്, മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. അതായത് ഇപ്പൊ ഒരു 10,000 രൂപ ഈ മെഷീനിൽ സ്വൈപ്പ് ചെയ്താൽ ഈ മെർച്ചന്റായി എനിക്ക് 10,000 രൂപ കിട്ടില്ല. അപ്പൊ അത് കുറച്ച് പൈസ നമുക്ക് റിഡ്യൂസ് ആയി പോകും. അത് ഈ പേയ്മെന്റ് റിലേറ്റഡ് കമ്പനീസ്, ഈ റുപ്പേ, വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള കമ്പനീസിനും അതുപോലെ ഈ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിനുമാണ് ആ പൈസ പോകുന്നത്. അതിനാണ് MDR മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കമ്മിങ് ജനുവരി മുതൽ റുപ്പേ കാർഡുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ, റുപ്പേ കാർഡുകൾക്ക് മാത്രമാണ്, വിസയ്ക്ക് മാസ്റ്റർ കാർഡിനൊന്നുമില്ല, റുപ്പേ കാർഡുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ MDR മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റുകൾ പോകുന്നത് ആയിരിക്കില്ല. അതിന് അല്ലെങ്കിൽ റുപ്പേ കാർഡുകളിൽ MDR വേവ് ഓഫ് ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ OMOയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. OMO എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. എക്കണോമിയിലെ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് കറൻസി ക്യാഷിന്റെ പൊസിഷൻ കൂടുകയോ കുറയുകയോ ചെയ്താൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI മാർക്കറ്റിൽ ചില ഇന്റർവെൻഷൻസ് നടത്തും. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ആ ഇന്റർവെൻഷൻ നടത്തുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ചെയ്താണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിന്റെ, സെൻട്രൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ചെയ്ത് ഈ കറൻസി പൊസിഷൻ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൊസിഷൻ ഷെയർ മാർക്കറ്റിൽ അവർ മാനേജ് ചെയ്യും. ഷെയർ മാർക്കറ്റിലുള്ള എക്കണോമിയിലെ ലിക്വിഡിറ്റി പൊസിഷൻ മാനേജ് ചെയ്യും. അതിനെയാണ് OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. N ചന്ദ്രശേഖരന്റെ ഒരു ഫോട്ടോ ഉണ്ട്. N ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. N ചന്ദ്രശേഖരൻ.
പിന്നെ വേൾഡ് പേജിൽ പോകുമ്പോൾ കഴിഞ്ഞ വർഷം വേൾഡ് നടന്ന പ്രധാന സംഭവങ്ങളുടെ ഒരു റിവിഷനാണ്, ഒരു അവലോകനമാണ്. അത് വളരെ നല്ലൊരു പേജാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഇന്റർനാഷണൽ പേജ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് വെച്ച് കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഈ കാര്യങ്ങളിൽ ഒന്നുപോലും വിടാതെ പറഞ്ഞിരുന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാം. കാര്യം ഇതില് ഒരു 10-20ഓളം പോയിന്റ്സ് ആണ് കഴിഞ്ഞ വർഷത്തെ റിവ്യൂ ആയിട്ട് അവർ തന്നേക്കുന്നത്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. ആ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഒരു തവണയെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ യാതൊരു സംശയവുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം, കസാഖിസ്ഥാന്റെ പ്രസിഡന്റായിട്ട് ദീർഘകാലം കണ്ടിന്യൂ ചെയ്ത നൂർ സുൽത്താൻ നാസർബയേവ് അദ്ദേഹം റിസൈൻ ചെയ്തു. കസാഖിസ്ഥാന്റെ ക്യാപിറ്റലിന് അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ കസാഖിസ്ഥാന്റെ ക്യാപിറ്റലിന്റെ പേര് നൂർ സുൽത്താൻ എന്നാണ്. പിന്നെ വിക്കി ലീക്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ ഫൗണ്ടർ, ലോകത്തിലെ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയ ഒരു വെബ്സൈറ്റ് ആണ് വിക്കി ലീക്സ്. അതിന്റെ ഫൗണ്ടർ ജൂലിയൻ അസാഞ്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വർഷവുമാണ്. ജൂലിയൻ അസാഞ്ച്, ASSANGE. പിന്നെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ടീനേജ് എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആയ ഗ്രേറ്റ തൻബർഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഗ്രേറ്റ, GRETA, ഗ്രേറ്റ തൻബർഗ്, THUNBERG, ഗ്രേറ്റ തൻബർഗ് ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആണ്. അവർക്ക് 14-15 വയസ്സേ ഉള്ളൂ. അതുപോലെ സന്ന മാരിൻ, അത് നമ്മൾ ഈ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്താണ്. സന്ന മാരിൻ, SANNA, സന്ന മാരിൻ, MARIN, ഫിൻലാൻഡിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ, വേൾഡിലെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ. 34 വയസ്സ് മാത്രമുള്ള, 34 ഇയേഴ്സ് മാത്രം ഏജ് ഉള്ള വേൾഡിലെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ സന്ന മാരിൻ, SANNA, MARIN, ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. അതുപോലെ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ ഇംപീച്ച് ചെയ്യപ്പെടുന്ന 3ാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഞാൻ എല്ലാം പറയുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നേ ഉള്ളൂ. ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്ററായി ബെഞ്ചമിൻ നെതന്യാഹു മാറിയ വർഷവുമാണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ. അതുപോലെ അർജന്റീനയിലെ പ്രസിഡന്റ് ഇലക്ഷനിൽ മൗറീഷ്യോ മാക്രിയെ പരാജയപ്പെടുത്തി ആൽബർട്ടോ ഫെർണാണ്ടസ്. അർജന്റീന ലാറ്റിൻ അമേരിക്കയിലെ, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ്. ആ കൺട്രിയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മൗറീഷ്യോ മാക്രി ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിനെ ഡിഫീറ്റ് ചെയ്തു ആൽബർട്ടോ ഫെർണാണ്ടസ്. അതുപോലെ ശ്രീലങ്കയിലെ രാജപക്സമാരുടെ തിരിച്ചുവരവ് കണ്ട വർഷവുമാണ്. അതായത് ബ്രദേഴ്സായ മഹിന്ദ രാജപക്സെയും ഗോതബായ രാജപക്സ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയപ്പോൾ മഹിന്ദ രാജപക്സെ അദ്ദേഹത്തിന്റെ ബ്രദർ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്ററായി. അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ USA ഇറാൻ ന്യൂക്ലിയർ ഡീലിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത വർഷം കൂടെയാണ്. ഇറാനുമായിട്ട് വെസ്റ്റേൺ കൺട്രീസ് ഇൻക്ലൂഡിംഗ് USA ഒരു ന്യൂക്ലിയർ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് USA മാത്രം വിത്ഡ്രോ ചെയ്തു. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഇപ്പോഴും ആ ഡീലിലുണ്ട്. പക്ഷെ USA ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീലിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത ലോകത്തിലെ പല പ്രോബ്ലംസിനും കാരണമായ വർഷം കൂടെയാണ്. അതുപോലെ സൗദിയുടെ ഓയിൽ ഫെസിലിറ്റീസ്, മെയിൻലി വേൾഡിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനി സൗദിയുടെ അരാംകോയാണ്. സൗദിയുടെ അരാംകോയുടെ ഓയിൽ ഫെസിലിറ്റീസിൽ ഉൾപ്പെടെ ഡ്രോൺ വച്ചുള്ള ബോംബ് അറ്റാക്ക് ഉണ്ടായ വർഷവും 2019 ആണ്. അതിന്റെ പേരിൽ കുറച്ചു ദിവസം ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു സൗദിയിൽ. അങ്ങനെ ഓയിൽ പ്രൈസസ് ഒക്കെ കൂടി ആ സമയത്ത്. അരാംകോയുടെ ഓയിൽ ഫെസിലിറ്റീസ്, വേൾഡിലെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയാണ് അരാംകോ. അവിടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായ വർഷം 2019, ഈ വർഷം. അതുപോലെ അൾജീരിയയിലെ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നു. അൾജീരിയ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് അൾജീരിയ. അവിടുത്തെ പ്രസിഡന്റ് ഇലക്ഷനിൽ അബ്ദൽ മജിദ്, ABDEL, അബ്ദൽ മജിദ്, MADJID, അബ്ദൽ മജിദ് ടെബോൺ പുതിയ പ്രസിഡന്റായി. TEBBOUNE, അബ്ദൽ മജിദ് ടെബോൺ. അതുപോലെ ഇറാഖില് പ്രൈം മിനിസ്റ്ററിന് അഗേൻസ്റ്റ് ആയിട്ട് വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഇറാഖിന്റെ പ്രൈം മിനിസ്റ്ററായ ആദൽ അബ്ദൽ മഹദി റിസൈൻ ചെയ്തു. ADEL, ആദൽ അബ്ദുൽ മഹദി, MAHDI, അദ്ദേഹം റിസൈൻ ചെയ്ത വർഷമാണ്. അതുപോലെ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ടെററിസ്റ്റുകളിൽ ഒരാളായ, അല്ലെങ്കിൽ ബിൻ ലാദനെ പോലെ ഒരു ടെററിസ്റ്റ് ആയിരുന്ന ISന്റെ ഫൗണ്ടർ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഫൗണ്ടർ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ട വർഷമാണ്. അബൂബക്കർ അൽ ബാഗ്ദാദി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അതുപോലെ നാഗാലാൻഡില് AFSPA വീണ്ടും 6 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. AFSPA ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ആണ്. ഇന്ത്യയിലെ ഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റുകളിൽ നിലവിലിരിക്കുന്ന ആർമഡ് ഫോഴ്സസിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ് AFSPA. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മിക്ക സ്റ്റേറ്റുകളിലും ഉണ്ട്, ആസാമിൽ ഉൾപ്പെടെ. നാഗാലാൻഡിൽ അതുണ്ട്. AFSPA ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ജമ്മു ആൻഡ് കാശ്മീരിലും ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് നിലവിൽ ഇരിക്കുന്നു. അതുപോലെ ഇന്ത്യയുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ
മുക്താർ അബ്ബാസ് നഖ്വിയാണ്. MUKHTAR മുക്താർ അബ്ബാസ് നഖ്വി, ഇന്ത്യയുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന ആർട്ടിക്കിൾ 370 വിത്ഡ്രോ ചെയ്ത വർഷവും ഈ വർഷമാണ്. എന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറി ആയിട്ടും ലഡാക്ക് എന്ന് പറഞ്ഞ യൂണിയൻ ടെറിട്ടറി ആയിട്ടും. അതിന്റെ ഫലമാണ് ഇപ്പൊ കണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത്. പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്. ഇൻ ഫസ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ ത്രോസ് ഓപ്പൺ ജോബ്സ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് മുമ്പ് ജമ്മു ആൻഡ് കാശ്മീരിൽ ലോക്കൽസിന് മാത്രമേ അവിടെ ജോലി കിട്ടുള്ളായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഔട്ട്സൈഡേഴ്സിനും ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ വസ്തുവൊക്കെ വാങ്ങാൻ പറ്റും. മുമ്പ് അത് പറ്റില്ലായിരുന്നു. അപ്പം എന്തായാലും അത് ഒരു ന്യൂസ് ആയിട്ട് ഇന്നത്തെ ഒരു പത്രത്തിലുണ്ട്. അതുപോലെ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽ. ഫസ്റ്റ് എഡിറ്റോറിയൽ ചേഞ്ച് ഇൻ ജാർഖണ്ഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ജാർഖണ്ഡിന്റെ ന്യൂ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഹേമന്ത് സോറൻ അധികാരമേറ്റു. അപ്പൊ ജാർഖണ്ഡിലെ ന്യൂ ചീഫ് മിനിസ്റ്റർ ഹേമന്ത് സോറനാണ്, SOREN. അതുപോലെ ജാർഖണ്ഡിന്റെ ഗവർണർ ദ്രൗപതി മർമു ആണ്, MURMU. അതുപോലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ ഹംപി റെയിൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഹംപി റെയിൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ കൊനേരു ഹംപി വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് വേൾഡ് ചാമ്പ്യനായി ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തു. അതിനെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. അതൊക്കെ വായിച്ച എല്ലാവർക്കും മനസ്സിലാകുന്ന എഡിറ്റോറിയലുകളാണ്. അത് കഴിഞ്ഞ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ HDIയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 120 അറിഞ്ഞിരിക്കുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിംഗ് ആണ്. അപ്പൊ ആ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് വളരെ വളരെ മോശമാണ്. 129 ആണ് HDI റാങ്കിങ്, ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് റാങ്കിങ്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ISFR എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ISFR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇന്ത്യയിലെ ഫോറസ്റ്റുകളുടെ അവസ്ഥ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യയിൽ ഫോറസ്റ്റ് കവർ പതുക്കെ കൂടുന്നുണ്ട് എന്നൊരു ന്യൂസ് ആണ് ഉള്ളത്. പക്ഷെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ ഫോറസ്റ്റ് കവർ കുറയുന്ന ന്യൂസുണ്ട്. അപ്പൊ ഓവറോൾ ഫോറസ്റ്റ് കവർ ഇന്ത്യയിലെ ഫോറസ്റ്റ് കൂടുകയാണെന്നാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഉജ്ജ്വല സ്കീമിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ സ്കീം ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്ക്, BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഗ്യാസ് കണക്ഷൻ കൊടുത്ത സ്കീമാണ്, LPG കണക്ഷൻ കൊടുത്ത സ്കീമാണ്. അപ്പൊ ഈ ഉജ്ജ്വല സ്കീം വഴി പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് എല്ലാവരും ഗ്യാസ് ബേസ്ഡ് കുക്കിംഗിലേക്ക് മാറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ വുഡ് കട്ട് ചെയ്യുന്ന പരിപാടി നിന്നു. ഇതൊക്കെ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ആവാൻ സഹായിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ISFR ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം 2 വർഷം കൂടുമ്പോൾ ഇന്ത്യയിലെ ഫോറസ്റ്റുകളുടെ വളർച്ചയെ കുറിച്ച് അല്ലെങ്കിൽ ഫോറസ്റ്റ് കുറയുന്നു അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സ്കീം, അതും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന സ്കീം എന്താണെന്ന് വെച്ചാല് ഫ്രീ ഓഫ് കോസ്റ്റ് ഗ്യാസ് കണക്ഷൻ BPL ഫാമിലീസിലുള്ള ആൾക്കാരെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉജ്ജ്വല യോജന. പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോ മൊഗാഡിഷുവിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മൊഗാഡിഷുവിൽ ഉണ്ടായ ബോംബ് ബ്ലാസ്റ്റ്, മൊഗാഡിഷു എന്ന് പറഞ്ഞാൽ സൊമാലിയയിലാണ്. മൊഗാഡിഷു സൊമാലിയുടെ ക്യാപിറ്റലാണ്. സൊമാലിയുടെ ക്യാപിറ്റലായ മൊഗാഡിഷുവിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിൽ കുറെ ആൾക്കാർ മരിച്ചു. അത് ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. പിന്നെ UPI വഴിയുള്ള പേയ്മെന്റ്സിനും ഇനി മുതൽ ചാർജ് ഈടാക്കുന്നതല്ല. January 1 തൊട്ട് UPI മുഖേനയുള്ള പേയ്മെന്റ്സിനും ചാർജ് ഈടാക്കണ്ട എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.